നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകില്ല. KPCCയുടേതാണ് തീരുമാനം. അതേസമയം പാലക്കാട് ജില്ലയിൽ നിന്നുള്ള നേതാവിനെ പരിഗണിക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി സീറ്റില്ല, അത്തരത്തിലുള്ളൊരു നിലപാട് തന്നെ KPCC നേതൃത്വം ഔദ്യോഗികമായി തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ലൈംഗിക പീഡന പരാതിയിൽ കുറ്റക്കാരനാണ്, ആ രീതിയിൽ നിയമ നടപടി നേരിടുകയാണ്. കോൺഗ്രസ് ഇന്നും പുറത്താണ്. ഈ ഒരു ഘട്ടത്തിലാണോ ഇത്തരത്തിലൊരു തീരുമാനം? ഒപ്പം പാലക്കാട് നിന്ന് തന്നെയുള്ള ഒരു നേതാവിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണോ DCC മുന്നോട്ട് വെക്കുന്നത്? സുരേഷ്, തീർച്ചയായിട്ടും നിരവധി പെൺകുട്ടികളുടെ ലൈംഗിക പീഡന പരാതികൾ, അതിൽ ബലാത്സംഗ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഏതായാലും പാലക്കാട് സീറ്റ് നൽകില്ല എന്നുള്ള തീരുമാനത്തിലാണ് KPCC കോൺഗ്രസ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഈ രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയിലൊക്കെ ഭരണത്തിലെത്താൻ കഴിയുമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് കണക്കുകൂട്ടിയിരുന്നത്. പക്ഷേ പാലക്കാട് ഉൾപ്പെടെ രാഹുൽ വിഷയം തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിൽ അതായാലും ഇനിയും രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാഹുലിനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടന്നുവെങ്കിലും ഇപ്പോൾ KPCCയുടെ ഭാഗത്ത് നിന്ന് ഇനി ഏതായാലും രാഹുലിന് സീറ്റ് നൽകേണ്ട, രാഹുലിനെ തിരിച്ചെടുക്കുകയോ മറ്റു നടപടികളോ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ രാഹുൽ മാറുന്നതോടുകൂടെ പാലക്കാട് അടുത്തത് ആര് മത്സരിക്കും എന്നുള്ള ചോദ്യവും വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. അതിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവിനെ പരിഗണിക്കണം എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഉയരുന്ന പേരുകൾ എന്നുള്ളത് ഒന്ന് DCC പ്രസിഡന്റായ A തങ്കപ്പൻ്റെ പേരാണ്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലയിൽ ഉടനീളം വലിയ മുന്നേറ്റം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് DCC പ്രസിഡന്റാണ് ഈ മുന്നേറ്റത്തിനൊക്കെ ചുക്കാൻ പിടിച്ചത്. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റിന് സ്വാഭാവികമായിട്ടും പാലക്കാട് മത്സരിക്കുന്നതിന് വേണ്ടി ഈ സീറ്റ് നൽകണം എന്നൊരു ആവശ്യമാണ് KC വേണുഗോപാൽ പക്ഷത്തു നിന്നുള്ള നേതാക്കൾ പ്രധാനമായിട്ടും പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും DCC പ്രസിഡന്റ് തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ളൊരു ആവശ്യം വലിയ രീതിയിൽ ഉയരുന്ന ഒരു സാഹചര്യമാണ് ഒരു വശത്ത് കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ പാലക്കാട്ടെ MP ആയ VK ശ്രീകണ്ഠൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ KA തുളസിക്ക് സീറ്റ് നൽകണം എന്നുള്ളൊരു ആവശ്യവും മറുവശത്ത് ശക്തമാവുന്ന സാഹചര്യമുണ്ട്. അതിനപ്പുറം ജില്ലയിൽ ധാരാളം കഴിവുള്ള കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ ഉണ്ട്, യുവാക്കൾ ഉണ്ട്. അത്തരത്തിൽ യുവാക്കൾക്ക് സീറ്റ് നൽകണം എന്നുള്ളൊരു ആവശ്യവും ഉയരുന്ന സ്ഥിതിയുണ്ട്. അതിൽ തന്നെ അടുത്തിടെ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ പാലക്കാട് ജില്ലക്കാരനാണ്. സന്ദീപിനെ പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യം ഉൾപ്പെടെ പല കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. ഏതായാലും വിവിധ പേരുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ജില്ലയിൽ നിന്നുള്ള വ്യക്തിയെ മത്സരിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആവശ്യം. അതിന് കാരണം എന്നുള്ളത് നേരത്തെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരുമ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് കുറി സീറ്റില്ല, ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് DCCയിൽ ശക്തമായി കൊണ്ടിരിക്കുന്നത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.